ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നെറ്റ്ഫിഷ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നെറ്റ്ഫിഷ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് റീസൺസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ജോലി തിരക്ക് അങ്ങനെ ഇതൊക്കെ കാരണമായി അത് ആക്ച്വലി നിന്നു പോയതാണ്. രണ്ടും കൽപ്പിച്ച് മമ്മൂക്ക ആൻഡ് വിനായകൻ അഭിനയിച്ച പുതിയ പടം ആയിട്ട് റിവ്യൂ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഇന്ന് നമ്മൾ വേറൊരു ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ സോഫയിലൊക്കെ ഇരുന്ന് എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മളൊരു ഓൺലൈൻ ചാറ്റ് വഴി ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഡാനിയൽ പി ജെയിംസ്. അച്ഛനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ റിവ്യൂ പറയുന്നത്. മുമ്പ് റിവ്യൂ ഇങ്ങനെ വായിച്ച ശീലമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ ഇറങ്ങിയ മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന് പറയുന്നൊരു സിനിമ വളരെ മനോഹരമായൊരു സിനിമ. അതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. എനിക്ക് സഹിച്ചാനും കുറച്ച് ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ്. അതെ അതെ, എനിക്ക് ഈ ത്രില്ലർ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലർ മൂവീസൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ടാണിത്, എസ്പെഷ്യലി ഡിറ്റക്റ്റീവ് മൂവീസ്. അതെ അതെ, കുറ്റാന്വേഷണ പരമ്പരകളെല്ലാം ഇഷ്ടമാണ്. നെറ്റ്ഫ്ലിക്സിലൊക്കെ ധാരാളം കാണാറുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ കലങ്കാവൽ സിനിമ ഒരു വൺ വേർഡിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത് ഈ സെക്കൻഡ് ഹാഫിലൊക്കെ ബോറായിരിക്കും, വലിച്ചു നീട്ടുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ നല്ല ഹുക്ക് ചെയ്താണ് ഇരുന്നത്. അങ്ങനെ വലിയ ബോറടിപ്പിക്കാതെ, എനിക്ക് അറിയില്ല, പലർക്കും പല അഭിപ്രായമാണ്. പക്ഷേ എനിക്ക് ആക്ച്വലി ബോറടിപ്പിച്ചില്ല എന്നെ. എനിക്ക് ബോറടിയൊന്നുമില്ലായിരുന്നു. എനിക്ക് പക്ഷെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു ഏതാണ്ട് ഒരു മണിക്കൂറായപ്പോൾ ഇൻ്റർവെൽ ഏകദേശം ആ സമയത്ത് ആ സിനിമയുടെ ഒരു ഹൈപ്പിലെത്തി അല്ലേ. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ പിന്നെ ഓർത്ത് സെക്കൻഡ് ഹാഫ് ഇത് എങ്ങനെ കൊണ്ടുപോകും. അതിനെക്കാട്ടൊരു അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ്. നമുക്കതിനെ ആ ഒരു ത്രില്ലർ മൂഡിലേക്ക് ഇങ്ങനെ പതുക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പതുക്കെ കഥ പറയുന്നൊരു ശീലം, ഒരു രീതി ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ് ആക്ച്വലി ദുൽഖർ അഭിനയിച്ച കുറിപ്പിലെ റൈറ്ററായിരുന്നു. ഐ തിങ്ക് ജിതിൻ കെ ജോസ് കാരണമാണെന്ന് തോന്നും ഈ സിനിമ ഇത്രയും ആക്ച്വലി ലാഗ് അടിപ്പിക്കാതെ. ഇതിലും റൈറ്ററല്ലേ? യെസ്, ഇതിലും റൈറ്ററാണ് ജിതിൻ കെ ജോസ് ആൻഡ് ജിഷ്ണു ശ്രീകുമാർ. ഇവർ രണ്ടുകൂടാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് കൂടുതലായിട്ട് പറയുന്നത് കുറേ കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. നമ്മൾ ഒരു നോട്ട്ബുക്കും പേനയും കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇത് ആരൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ഫസ്റ്റ് അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. നമുക്ക് വിനായകൻ, മമ്മൂട്ടി, അസീസ് നെടുമങ്ങാട് ഒരു ചെറിയൊരു സീനിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ പിന്നെ ജിബിൻ ഗോപിനാഥ്, നമ്മുടെ ഡൈസറെ കണ്ടിട്ട് ഇതിനകത്ത് കാണുമ്പോൾ എനിക്ക് പിന്നെ ബിജു പാപ്പൻ, പിന്നെ ഫീമെയിൽ ആക്ട്രസ് കുറേ ഉണ്ട്, ലൈക്ക് രജിഷ വിജയൻ, ഗായത്രി എഴും, മാളവിക മേനൻ, പ്രധാന റോളുകളാണ് ശരിക്കും. അതെ. വളരെ കുറച്ച് ഉള്ളൂ, എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട ഒരു റോളായിട്ട്. അതെ. പിന്നെ പ്രൊഡ്യൂസർ അറിയാലോ, മമ്മൂട്ടി കമ്പനിയാണ്. മമ്മൂട്ടി കമ്പനി ഭയങ്കര യുണീക്കായിട്ടുള്ള കുറേ സ്റ്റോറീസ് മാത്രമേ ഇപ്പോൾ അവർ എടുക്കുന്നുള്ളൂ. അതായത് മറ്റൊരാൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്ത പടങ്ങൾ ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണ് പുള്ളി വേറൊരാൾക്ക് വേറൊരു സംവിധാനം കിട്ടാമെന്ന് കഴിഞ്ഞാൽ അത് ഞാൻ എടുക്കാവുന്നതാണ്. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരു യുണീക്കായിട്ടുള്ളൊരു അറ്റംപ്റ്റുകളെല്ലാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. അത് നമുക്കറിയാം, രേഖാചിത്രവും കിഷ്കിന്ദ കാണ്ഡവും പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റെല്ലാർ പുള്ളിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനുള്ള മൂവിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്തും ചെറുതായിട്ടൊരു ഇതൊക്കെയുണ്ട്. സിനിമാറ്റോഗ്രാഫി ഫൈസൽ അലിയും ചാർസി രാജ് എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. ഇതിൻ്റെ അകത്ത് ഭയങ്കര കട്ട്സും സിനിമാറ്റോഗ്രാഫി ഭയങ്കര ഒന്നും പറയാൻ എനിക്ക് കണ്ടില്ല. ബോറടിപ്പിക്കുന്നില്ല, അത് ശരിയാ. ആക്ച്വലി ഇപ്പം വന്ന മോസ്റ്റ് പടങ്ങളിലെല്ലാം സിനിമാറ്റോഗ്രഫി ഭയങ്കരമായിരിക്കും, ഭയങ്കര കട്ട്സും ഫ്രെയിമിംഗ് ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം എനിക്ക് അങ്ങനെ ഭയങ്കര ഫ്രെയിം കളികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ മൂവി ട്രൂ സ്റ്റോറി ആണെന്ന് പലർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. ട്രൂ സ്റ്റോറി അതിൻ്റെ ഇതുണ്ട്. ഇതിനകത്ത് നമ്മുടെ ആ ഒരു എന്താ പറയുക, കാളിയൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം. കാളിയൂട്ട് അതൊരു ദാരിക വധം എന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് ഈ വാക്കിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലായി. ഈ കളങ്കാവൽ എന്ന് പറയുന്നത് സൗത്ത് കേരളയിലൊക്കെ ഈ കാളിയൂട്ടുന്നൊരു പരിപാടിയാണ്.
ആ ഒരു ഫെസ്റ്റിവലാണ്, റിച്വൽ ഒരു ഫെസ്റ്റിവലാണ്. അതിൻ്റെ അതാണ് ആ പേരിൻ്റെ ടൈറ്റിലിൻ്റെ അതായത് തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള വിജയമാണ്. ശരിക്കും അതാണ് ഇതിനകത്ത് ആ ടൈറ്റിലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഇത് ആക്ച്വലി ഒരു ട്രൂ സ്റ്റോറി പടമാണ്, ഇൻസ്പയർഡ് ഫ്രം ട്രൂ ഇവൻറ്റ്സ്. മോഹൻകുമാർ എന്ന ആളെയാണ് ആക്ച്വലി മമ്മൂട്ടി പൊട്രേ ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളി ഇപ്പോൾ ആക്ച്വലി ഡെത്ത് പെനാൽറ്റി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2005 തൊട്ട് 2009 വരെയാണ് പുള്ളിയുടെ ക്രൈം സ്പാൻ ഓഫ് ടൈം നടന്നിരിക്കുന്നത്. ഇപ്പോൾ 2009 തോന്നുന്നു പുള്ളി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആക്ടിങ്ങിൻ്റെ ഒരു മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ മമ്മൂട്ടിയും വിനായകനും മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന ഒരു രംഗം, ആ ഒരു രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം എന്താ പറയുക, ശരിക്കും ഒരു അഴിഞ്ഞാട്ടം തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നമുക്കത് വിശേഷിപ്പിക്കാം. കറക്റ്റ് മമ്മൂട്ടി അതുപോലെ തന്നെ വിനായകനൊരു കട്ടയ്ക്ക് നിൽക്കുന്നൊരു രീതിയിൽ വരുന്നുണ്ട് അവസാനം. ആ ഒരു രസമുണ്ട് അതിനകത്ത്, ആ ഒരു ഭംഗിയാണ്. അത് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്ററിൽ അത് കണ്ടെങ്കിലേ പറ്റൂ. OTT കണ്ടാൽ അത്ര നമുക്കത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം ആ തിയേറ്റർ അനുഭവമാണ് ശരിക്കും അത് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. മമ്മൂട്ടി നമ്മളിപ്പം മമ്മൂട്ടിയുടെ ഏതെങ്കിലും അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഫിലിമിലെ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റും ഹലങ്കാലിലെ ക്യാരക്ടറാണ് മമ്മൂട്ടി പിടിച്ചിരിക്കുന്നത്. ആ ഫോട്ടോ അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ ഒരു യുണീക്ക് ലുക്കല്ലേ മമ്മൂട്ടിക്ക്? അതെ, നല്ല ലുക്കാണ്, നല്ല രസമാണ്. അതുപോലെ തന്നെയാണ് വിനായകനും. വിനായകൻ പക്ഷെ ഭയങ്കര സബ്റ്റിലാണ്. ഞാൻ കണ്ടത് പോലീസ് ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. ആ പോലീസിന്റെ ആ ഒരു കറക്റ്റ് അതിൽ തന്നെയാണ് പോയിക്കുന്നത്. അതെ അതെ അതെ, തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റൈൽ കാണിക്കലോ അങ്ങനെയൊന്നും ഇല്ല. അതെ അതെ, ഇല്ല ഇല്ല ഇല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ ഞാൻ പറയാം, അതെ അതെ, ഈ സിനിമ പോലെ തന്നെ ഈ നമ്മുടെ വിനായകൻ ആക്ച്വലി ഭയങ്കര സബ്റ്റിലായിട്ട് അഭിനയിച്ചു. എങ്ങനെ ഭയങ്കര ഗ്രാഫിക്കിനെ മുകളിൽ പോയി താഴെ വരിക, അങ്ങനെ വലിയ എക്സ്പ്രഷൻസോ അങ്ങനെ ഒന്നും പുള്ളി അങ്ങനെ കൊടുത്തിട്ടില്ല. ഒന്നുമില്ല. പക്ഷെ നമുക്ക് ആ ഫീൽ ചെയ്യും, നല്ല ഫീലിംഗ് ആണ്. എനിക്ക് ശരിക്കും എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ മമ്മൂട്ടികൾ ആ കഥാപാത്രത്തിന്റെ ഇതിലേ നമുക്ക് ഒരിക്കലും ഒന്ന് മുന്നിൽ നിന്നത്, രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നു. എങ്കിൽ പോലും ചില സമയത്ത് വിനായകർ ഒരു പടിക്ക് മുകളിലോട്ട് കയറുന്നുണ്ടോ എന്നൊരു സംശയം വരെ തോന്നുന്നു. ക്ലൈമാക്സ് സീന് ആക്ച്വലി വിനായകൻ, എനിക്ക് വിനായകനാണ് എക്സൽ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നമുക്ക് അവസാനം ഒരു ഇത് തോന്നുന്നുണ്ട്, ഒരു നായകന്റെ പരിവേഷത്തിൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ട് അല്ലേ ആ സിനിമ എൻഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അത് തന്നെയാണ് സിനിമയുടെ വിജയവും. അത് തന്നെയാണ് മമ്മൂട്ടി ഇതിന്റെ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ സിനിമ ആദ്യം വന്നിട്ടില്ല. മമ്മൂട്ടിയുടെ അല്ലെ വിനായകന്റെ വേറൊരു മുഖം ശരിക്കും അഭിനയിക്കാൻ അറിയാവുന്ന രണ്ടുപേരും തെളിയിച്ച ഈ സിനിമ ഞാൻ കണ്ടതിൽ ഈ ഒരു ഗ്രാഫിന് മുകളിലോട്ടോ താഴോട്ടോ ഈ സിനിമ പോയിട്ടില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ പോലെ തന്നെ ആയിരുന്നു തോന്നിയത് സിനിമയിൽ. നമുക്കിനി മ്യൂസിക് അതിലേക്ക് പോവാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് ഡിസൈനിങ് നല്ല രസമുണ്ടായിരുന്നു. അപ്ലിഫ്റ്റ് ചെയ്തു പല സ്ഥലത്തും, പല സ്ഥലത്തും നല്ലതായിട്ട്. അതെ അതെ, എനിക്കൊന്ന് പുള്ളി കുറേ അക്കോസ്റ്റിക് ഡ്രംസും അങ്ങനെയുള്ള പെർക്കഷൻ ഐറ്റംസും ആയിട്ടുള്ള ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. മജീദ് ഭയങ്കര ഹാൻസ് സിമ്മർ അങ്ങനെ അവരുമായിട്ടൊക്കെ ഭയങ്കര ഇൻസ്പയർഡാണ്. അപ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റെല്ലർ കേൾക്കാം. കിഷ്കിന്ധ കാണ്ഡത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അത് കേട്ടുള്ളത് അല്ലേ. പിന്നെ മ്യൂസിക് എനിക്ക് അല്ല, കഥയിൽ മറ്റേ നമ്മുടെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു പാറ്റേൺ മാറിയിട്ട് അല്ല, പാറ്റേൺ ഉണ്ട്. പക്ഷെ ഈ ഫോറൻസിക്കിന്റെ ഒക്കെ ഒരു റെഫറൻസ് അതിനകത്തുണ്ടല്ലോ, ഫോറൻസിക്കും കാര്യങ്ങളൊക്കെ. അത് ഞാൻ അതുപോലെ കുറച്ച് ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫോറൻസിക് ആയിട്ടുള്ള സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞ കുറച്ച് പുസ്തകങ്ങളുണ്ട്. കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അത് നടന്ന സംഭവങ്ങൾ ഇതിനകത്ത് ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് കുറച്ച് റിയാലിറ്റി തോന്നി, കൂടുതൽ അതിനൊരു ബോധ്യം വരുത്തുന്ന രീതിയിൽ അത് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയല്ല, പക്ഷെ അങ്ങനെ ഒരു തോന്നൽ വരുത്താൻ ഇതിനെ നമുക്ക് സമകാലിക സംഭവമായിട്ടൊരു കണക്ഷൻ അത് വന്നിട്ടുണ്ട്. വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 16+ ആണോ? 16+ ആണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും
ഇതിനകത്തില്ലെങ്കിൽ പോലും ഇല്ല, വേറെ അങ്ങനെ സെക്ഷുവൽ വയലൻസോ പിന്നെ ഡ്രഗ് സീൻസോ പിന്നെ ബാഡ് ലാംഗ്വേജോ അങ്ങനെ ഒന്നും ഇതിൻ്റെ അകത്ത് അത്ര ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇല്ലെന്ന് തന്നെ പറയാം. അതെ അതെ. പക്ഷെ അതെല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കും നമുക്കത് കാണുമ്പോൾ. എല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. ഞാൻ ആദ്യത്തെ 2-3 സീന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് അങ്ങ് ഇത് ഭയങ്കര കയറാൻ പോവാണ്, ഇതിൻ്റെ എക്സ്ട്രീം കാണിക്കാൻ പോവാണെന്നായിരിക്കും ഞാൻ വിചാരിച്ചത്. ബട്ട് അവിടെ എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒന്ന് പോകുന്നേ ഉള്ളായിരുന്നു. ബട്ട് അതും ആക്ച്വലി എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു ഇതാണ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഫാമിലി ഓഡിയൻസ് ഒക്കെ കയറാൻ വേണ്ടിയിട്ടായിരിക്കും അത് മനസ്സിലാകുന്നത്. അതിനു വേണ്ടിയാണ് അവർ ട്രൈ ചെയ്തെന്നറിയാം. പക്ഷെ അത് നമുക്ക് പറയാതെ പറയുന്നുണ്ട് അല്ലേ, പറയാതെ നമുക്ക് പറയുന്നുണ്ട്. പല സീനുകളും. ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഫോർ ക്രൈം ഗോയേഴ്സ് എന്നല്ലേ. മമ്മൂട്ടിയുടെയും വിനായകൻ്റെ ഒരു യൂണീക്ക് ആക്ടിങ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് പറയുന്നത്. അതെ, ഒരു നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണണം. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇന്ന് ആക്ച്വലി ഞങ്ങൾ പോയ തിയേറ്ററിൽ ഭയങ്കര അടുത്തായി പോയി. ഫുൾ പാക്ഡ് ആയിരുന്നു തിയേറ്റർ. ഫസ്റ്റ് ഡേ ഉണ്ട്, ഫുൾ പാക്ഡ് ആയിരുന്നു. പിന്നെ എനിക്ക് വേറൊരു സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് ഞാൻ തീരുന്നതിന് മുമ്പേ നമ്മൾ സിനിമ തീർന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കൈ അടിച്ചു. ചില സമയത്ത് എനിക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കും ഈ സാധനമൊക്കെ. അപ്പം എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക, ഇപ്പം തന്നെ പോയി കാണുക. ബിക്കോസ് ഇത് ലേറ്റായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ ആൾക്കാരുടെ കൂടി ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലും എംപ്റ്റി തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന ഫീലും വേറെ, ടോട്ടലി വേറെയാണ്. അത് വ്യത്യസ്തമാണ്, വളരെ വ്യത്യസ്തമാണ്. ആദ്യത്തെ ഒരാഴ്ച കാണുന്നത് ഒരുപാട് വ്യത്യാസം. അപ്പം എല്ലാവരും പോയി കാണുക. മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരോ, മമ്മൂട്ടിയുടെ വിനായകന്റെ ഒരു തിരിച്ചുവരോ. അതെ 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 അതെ. ഇപ്പം രണ്ടുപേരുടെയും നല്ലൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുക, നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ബൈ ബൈ.